സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗ്ഗമല്ല. ചെങ്കൊടി അതിൻ്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തില്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഉഞ്ചികത്തും തെലങ്കാനയിലും തേബാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടിയാണത്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കും ഉണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. ഈ ചെങ്കൊടി തണലൊക്കെ ഏത് ചെങ്കൊടി? ഇപ്പൊ ചെങ്കൊടി തണൽ എന്ന് പറഞ്ഞു, ഏതാണ്, ആരുടെ ചെങ്കൊടിയാണ് പിടിക്കുന്നത്? CPMന്റെ ആണോ CPIയുടെ ആണോ? അതിലൊക്കെ ഞാൻ പോകുന്നില്ല. ചെങ്കൊടി ചെങ്കൊടി. ആ ചെങ്കൊടിക്ക് മഹത്തായ ആശയമുണ്ട്, മഹത്തായ മൂല്യമുണ്ട്, മഹത്തായ ലക്ഷ്യബോധമുണ്ട്. ആ ചെങ്കൊടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല. ഞാൻ പരാമർശിച്ചത് ഇല്ല ഇല്ല ഇല്ല. താങ്കൾ എത്ര ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പ്രസ്താവിക്കുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കാത്തതൊന്നും ചോർത്തിയെടുക്കാമെന്നോ പറയിപ്പിക്കാമെന്നോ താങ്കൾ ശ്രമിക്കേണ്ടതില്ല. അത് നിഷ്ഫലമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് എന്ത് വെളിപ്പെടുത്തൽ? മനുവിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വെളിപ്പെടുത്തൽ. ഏത് മനു? CPMന്റെ സംസ്ഥാന ഏത് മനു? മനുക്കിനും ഒക്കെ നിങ്ങളുടെ കാര്യം. എന്റെ കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ്. ഈ മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോനായിട്ട് വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങനെ അർത്ഥമൊന്നുമില്ലല്ലോ. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സഖാവ് അച്യുതമേനോനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം. അത് പറഞ്ഞു. അതിനപ്പുറം പിണറായി വിജയൻ മോശക്കാരനാണെന്നല്ല. കേരളത്തിന്റെ വികസനത്തിലും കേരളത്തിലെ വളർച്ചയിലും ഏറ്റവും ഭാവനാപൂർവ്വം വഴികാണിച്ച മുഖ്യമന്ത്രി അച്യുതമേനോനാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് പുതിയ കാര്യമല്ല. ആ ചർച്ചയിലേക്ക് ഇപ്പൊ പോകണ്ട. നമുക്കതൊക്കെ ഇല്ല 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 ഇല്ല. തുടർഭരണം ജനങ്ങൾ കൊടുത്തതാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഞങ്ങൾ നിറവേറ്റും. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ CPIക്ക് ഇത്തരത്തിൽ രൂക്ഷമായ വാക്കുകൾ പ്രതികരിക്കേണ്ടി വരുന്നു. ഒരു രൂക്ഷതയില്ലല്ലോ. രൂക്ഷത എവിടെയാണ്? രൂക്ഷത നിങ്ങൾ ആരോപിക്കുന്നതാണ്. ഏറ്റവും ശ്രവ്യമായ ഭാഷ, ഏറ്റവും ഉചിതമായ ഭാഷ, ഏറ്റവും രാഷ്ട്രീയമുള്ള ഭാഷ. രൂക്ഷത എവിടെയുണ്ട്? നിങ്ങൾക്ക് രൂക്ഷത അർത്ഥം അറിയാമോ? അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന്റെ ഭാഷയും ഭാവവും രൂപവും മാർഗവും ഒക്കെ അറിയാം. CPIക്കും അറിയാം, CPMനും അറിയാം. ഞങ്ങൾ തിരുത്തി മുന്നേറും. തിരുത്തൽ വേണം. പക്ഷെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വമാണ് CPMന്റെ. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മാധ്യമങ്ങളെ പഴിചാരുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. ഇല്ല, ഞങ്ങൾ ജനങ്ങൾ അവരുടെ വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞു. അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോകുന്ന ഒരു വലിയ ഭാഗം ജനങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി വിമർശനമുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് CPIയുടെ ബോധ്യം. വിഷയങ്ങൾ വ്യക്തിപരമല്ലെന്ന് സഖാവ് പറഞ്ഞായിരുന്നു. പക്ഷെ P ജയരാജന്റെ മകനെതിരെയാണ്. ഇല്ലില്ല. എത്ര നിങ്ങൾ മൽപ്പിടുത്തം ചെയ്താലും ഒരാളെ പറ്റിയും പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ആളുടെ കാര്യമല്ല. അത് വിട്ടുകളിലേക്ക് പാഴ്വേലയാണത്. ഇല്ല 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 ഇല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉപയോഗിച്ച വാക്ക് കൃത്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, അതിൽ CPIയും CPMും എല്ലാവരും പെടുന്നുണ്ട്. നോട്ട് ഓഫ് ഇൻ സിംഗിൾ പാർട്ടി. നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധപൂർവ്വം വായിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ CPMുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുന്നില്ല. ഓക്കെ, കണ്ണൂരിലെ വിഷയത്തിൽ അങ്ങ് ഒരു പ്രസ്താവന ഇറക്കി. ഇതുപോലെ പത്തനംതിട്ടയിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി AP ജയനെതിരായ നടപടി ഒരു ഗൗരവമുള്ള ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഗീതയുടെ വേറെ പറയാം. ജനവിധിയെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഉണ്ടാകണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പുതിയ കാര്യവും പറഞ്ഞിട്ടില്ല. ജനവിധിയെ പറ്റി LDF ആഴത്തിൽ പഠിക്കണം. പഠിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. LDF ആണ് ജനങ്ങളുടെ പക്ഷം. LDFിന്റെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം വരുത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും. ഞാൻ പറഞ്ഞു ഇനിയില്ലല്ലോ. ഇനിയില്ല. അല്ല, ഇത്രയും കോടിയിലാകുമ്പോഴത്തേക്ക് ആ മാന്യത അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. പേരൻസ് ഇവിടെ ചോദിച്ചു, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല ഇല്ല ഇനിയില്ല. ഇല്ല, എല്ലാത്ത ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും അഭിയോഗങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? ഇല്ലില്ല, ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം.
അതാണ് CPI രാഷ്ട്രീയം. ഈ CPM-നെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയാണ് ഇതുവരെ CPI. അപ്പൊ ഈ തോൽവിൽ CPI-ക്കും പങ്കു പറഞ്ഞല്ലോ. സംശയം എന്ത്? ഞാൻ തന്നെ പറഞ്ഞത് എല്ലാ കുറ്റങ്ങളും CPM-നും, CPI-ക്ക് ഒരു കുറ്റമില്ല. ആ നിലപാട് CPI-ക്കില്ല. ഈ പരാജയത്തിന്റെ പാഠങ്ങൾ CPI-യും CPM-ഉം പഠിക്കണമെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നിലവിലെ CPM-ന്റെ വോട്ടിൽ CPI-ക്ക് അസംതൃപ്തി ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രസ്താവന. അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ അതിലൊരു ക്ലാരിറ്റി CPI അതൊന്നും എന്റെ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാകാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ വീണ്ടും വായിക്കുക. അവിടെ അവസാനിപ്പിക്കും. കാലാവസ്ഥയെ പറ്റി പറയാം. അതൊക്കെ ഉചിതമായ സമയത്ത് പറയാൻ CPI-ക്ക് അറിയാമല്ലോ. CPI-ക്ക് അവരുടെ രാഷ്ട്രീയ പക്വതയുണ്ട്. എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചില്ല. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം നടക്കുകയെന്നറിയാം. അത് കമ്മ്യൂണിക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ കമ്മ്യൂണിക്കെ വരും. ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്നേക്കാം. ശ്രദ്ധാപൂർവ്വം ഞങ്ങളത് പഠിക്കും. സഹോദര പാർട്ടിയായ CPM-ന്റെ ആ കമ്മ്യൂണിക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളെല്ലാ ഓരോരുത്തരും കൂടി ആ കമ്മ്യൂണിക്കെ പഠിക്കും.